ചുമ്മാ പോയി സിനിമ കാണുന്ന പോലത്തെ ഒരു പരിപാടിയല്ല ഇത്. അതുക്കും മേലെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ, അതാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഈസ് നോട്ട് എ മൂവി റിവ്യൂ വീഡിയോ. ഇതൊരു റിമൈൻഡർ ആയിട്ട് കൂട്ടിയാൽ മതി. അതായത് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തു, അപ്പോൾ എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അങ്ങനെ ഒരു വിധം പ്രൊജക്റ്റ് ഹെയിൽ മേരി എന്നുള്ള സിനിമ കണ്ടു. ഒരു വിധം എന്ന് പറഞ്ഞത് 20-ാം തീയതി എല്ലാവരും റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടെ ദുരന്തർ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ ഇല്ല, സ്ഥലമില്ല വേറെ സിനിമ ഇടാൻ. 1000 കോടിയൊക്കെ ആയി, അങ്ങനെ അത്രയും റഷാണ് തിയേറ്ററിൽ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സിനിമ വരുന്നത്. ഐമാക്സ് ഫോർമാറ്റിലൊക്കെ വന്നിട്ടുണ്ട്, എന്നിട്ട് പോലും ഐമാക്സ് സ്ക്രീന് പോലും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിലെ ആൾക്കാർ പരാതിയൊക്കെ പറയുന്നുണ്ട്. 26-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്, എന്നിട്ടും ഫസ്റ്റ് ദിവസം ഒരു ഷോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഐമാക്സിൽ. അപ്പം ഞാൻ ഐമാക്സിലൊന്നല്ല കണ്ട്, ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ സ്ക്രീനിലാണ് ഞാൻ കണ്ടത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. കാരണം ഈ സിനിമ എന്ന് പറയുന്നത്, എൻ്റെ മോനെ ഒരു സീനൊക്കെ ഉണ്ട്, ഒരു പ്ലാന്റിലേക്ക് എത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ എന്ത് പറയണമെന്നറിയില്ല, വേറെ തന്നെയാണ്. അപ്പോൾ സിനിമ എന്തിനെ കുറിച്ചാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റർസ്റ്റെല്ലാറും അറൈവലും എടുത്തിട്ട് കുറച്ച് റയൻ ഗോസ്ലിങ്ങിൻ്റെ ഓറയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു 70% ഈ സിനിമയിൽ റയൻ ഗോസ്ലിംഗ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഒരു മിനിറ്റ് പോലും ഈ ചങ്ങായി മാത്രമേ ഉള്ളോ, വേറെ ആരും ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നില്ല. അമ്മാതിരി ഒരു പെർഫോമൻസാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പ്രൊജക്റ്റ് ഹെയിൽ മേരി എന്ന് പറഞ്ഞിട്ട് തന്നെ ഉള്ളൊരു ബുക്കിൻ്റെ അതേപോലത്തെ അഡാപ്റ്റേഷനാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർവേഴ്സ് ഒക്കെ എടുത്ത ആ ടീമും പിന്നെ ഈ ലെഗോ ബാറ്റ്മാനൊക്കെ ഡയറക്റ്റ് ചെയ്ത ആൾക്കാരാണ്. പിന്നെ എനിക്ക് സിനിമ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഒരു സമാധാനമാണ്. ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. അത് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും ബിൽഡപ്പ് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക, തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ സ്ക്രീനിൽ പോയി കാണുക. സമയവും പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഐമാക്സ് തന്നെ കാണാൻ ശ്രമിക്കുക. ഞാനിനി ഒന്നുകൂടെ കാണാൻ പോകുന്നുണ്ട് ഐമാക്സിൽ. എന്തായാലും ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്, അത് എൻ്റെ ഉറപ്പാണ്.